മഹാഭാരത കഥകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് രാജസൂയ യാഗം കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. വൈശമ്പായന മഹർഷി ജനമേജയ മഹാരാജാവിനോട് മഹാഭാരത കഥകൾ പറയുന്നത് തുടരുകയാണ്. രാജസൂയ യാഗം വളരെ ഭംഗിയായി സമാപിച്ചു. വേദവ്യാസ മഹർഷിയെ നന്നായിട്ട് തന്നെയാണ് യുധിഷ്ഠിരനും മറ്റ് കുടുംബാംഗങ്ങളും സൽക്കരിച്ചത്. അതിൽ തൃപ്തനായ വ്യാസദേവൻ യുധിഷ്ഠിരനോട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ കൗന്ദേയ, കുന്തിയുടെ പുത്ര, നീ സത്പുത്രനാണ്. നീ ഈ രാജ്യത്തിന് അഭിമാനമാണ്. നീ ഇപ്പോൾ ചക്രവർത്തി ആയി മാറിയിരിക്കുന്നു. ചക്രവർത്തി പദം അലങ്കരിച്ചിരിക്കുന്നു. ഞാനിനി കൈലാസത്തിലേക്ക് പോകട്ടെ, തപസ്സിനായി കൈലാസത്തിലേക്ക് നീങ്ങട്ടെ. അങ്ങനെ പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു: അല്ലയോ മഹർഷി, എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രകൃതിക്ഷോഭങ്ങളുണ്ടായി, ഭൂകമ്പങ്ങൾ, ധൂമകേതു വന്നു പതിച്ചു, ഒരുപാട് അക്രമങ്ങളുണ്ടായി. അതുകൊണ്ടാണല്ലോ ശിശുപാലനെ വധിച്ചത്. ശിശുപാല വധം കഴിഞ്ഞാൽ ഇനി അത്തരം ആപത്തുകളൊന്നും ഉണ്ടാവുകയില്ലല്ലോ, അല്ലേ? അപ്പോൾ മഹർഷി ഇങ്ങനെ പറഞ്ഞു: ഇതെല്ലാം ദുർലക്ഷണങ്ങളാണെന്ന് നാരദ മഹർഷി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ദുർലക്ഷണങ്ങൾ തന്നെയാണ്. 13 വർഷം കഴിയുമ്പോൾ ക്ഷത്രിയ വംശത്തിന് നാശം സംഭവിക്കുന്നതായി ഞാൻ ജ്ഞാനദൃഷ്ടിയാൽ കാണുന്നു. ഇത് കേട്ട് യുധിഷ്ഠിരന് സങ്കടമായി, മനസ്സമാധാനം നഷ്ടപ്പെട്ടു. ദുഃഖിതനായ യുധിഷ്ഠിരനോട് വേദവ്യാസൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്: നീ ഭയക്കേണ്ട, നിനക്ക് ശക്തരായ സഹോദരങ്ങളാണ് ഉള്ളത്. കരുത്തുറ്റ പിന്തുണയുമായി നിന്റെ അമ്മയും ഭാര്യയും. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വിധി നടക്കുക തന്നെ വേണമല്ലോ. ഭീമന്റെ കരുത്തും അർജുനന്റെ അസ്ത്രപാടവവും നിന്നെ രക്ഷിക്കും. യാഗം സമാപിച്ചു. എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്കും വേദവ്യാസ മഹർഷി കൈലാസത്തിലേക്കും മറ്റു കൗരവരെല്ലാം അവരുടെ സ്ഥലത്തേക്കും പോയി. ശകുനിയും ദുര്യോധനനും മാത്രം മടങ്ങിയില്ല. കാരണം അവർക്ക് മയന്റെ മായാസഭയൊന്ന് ചുറ്റിക്കാണണം. എന്നിട്ട് ആ സഭയിൽ എന്തെല്ലാം എന്നൊന്ന് അറിയണം. അങ്ങനെ അവർ സഭ മുഴുവൻ ചുറ്റിക്കാണുകയാണ്. വെള്ളം ഉള്ളിടത്ത് അവർ കരയാണെന്ന് തെറ്റിദ്ധരിച്ചു. വെള്ളത്തെ അവർ കണ്ടതുമില്ല. കരയെ കടലും കടലിനെ കരയും എന്ന പോലെയൊക്കെയാണ് മയന്റെ മായാസഭ നിർമ്മിച്ചിട്ടുള്ളത്. വാതിലുള്ളിടത്ത് വാതിലുണ്ടാവില്ല, വാതിലില്ലാത്തിടത്ത് വാതിലുണ്ടാവും. അങ്ങനെയൊക്കെ അത്ഭുതമുള്ള ഒരു സഭയാണത്, ഗംഭീര സഭ. അങ്ങനെ ദുര്യോധനനും ശകുനിയും ചുറ്റിക്കാണുകയാണ്. ശകുനിയുടെ ലക്ഷ്യം അറിയാമല്ലോ. ദ്രോണരുടെ ശിഷ്യരെ, പാണ്ഡവരെ ഒന്നടങ്കം ഇല്ലാതാക്കണം. എന്നിട്ട് ദ്രുപദ രാജാവിനെ അപമാനിച്ചതിന് ദ്രോണരോട് പകരം വീട്ടണം. പകിടയുമായാണ് നടപ്പ്. അച്ഛൻ്റെ അസ്ഥിയാൽ തീർത്ത പകിട. മയന്റെ ഈ ഒരു മായാസഭയും രാജസൂയ യജ്ഞത്തിൽ വന്നു ചേർന്ന അളവറ്റ ധനവും പാഞ്ചാലിയും എല്ലാം ദുര്യോധനന് മനോവിഷമമുണ്ടാക്കി. ദുര്യോധനൻ ഭക്ഷണം പോലും കഴിക്കാൻ മറന്ന് ശോഷിച്ചു വന്നു. മനസ്സിൽ അഹങ്കാരവും അസൂയയും പകയും വന്നുപെട്ടാൽ മനുഷ്യരാകെ മാനസികം എന്ന അസുഖത്തിന് അടിമപ്പെടും എന്നതാണ് അവിടെ നിന്നും കിട്ടുന്ന വലിയ ഒരു ഗുണപാഠം. ദുര്യോധനൻ അങ്ങനെയൊക്കെ ഉണ്ടായി. ദുര്യോധനൻ വാതിൽ ഉള്ളിടത്ത് നടന്നു. പക്ഷേ അവിടെ വാതിലുണ്ടായിരുന്നില്ല. അങ്ങനെ പോയി. വാതിലില്ലാത്തിടത്ത് പോയി മുട്ടി. അവിടെ വാതിലുണ്ടായിരുന്നു. അങ്ങനെ വീണു. അങ്ങനെ സഭയിൽ അബദ്ധങ്ങളെല്ലാം ദുര്യോധനൻ അനുഭവിച്ചു. അവൻ വീണു. അവൻ്റെ വസ്ത്രമെല്ലാം നനഞ്ഞു. ഇതെല്ലാം കണ്ട് പഞ്ചപാണ്ഡവരും അമ്മയും ദ്രൗപദിയും അതുവഴി വന്ന് പാണ്ഡവർ പൊട്ടിച്ചിരിച്ചു. ദ്രൗപദി അതിലേറെ ചിരിച്ചു. ദ്രൗപദിയുടെ തോഴിമാരും ദുര്യോധനനെ കളിയാക്കുകയാണ് ചെയ്തത്. ഇതിൽ കുപിതനായി ദുര്യോധനന്റെ ദുരവസ്ഥ കണ്ട് ശകുനി പറഞ്ഞു: നമുക്ക് ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക്, അച്ഛൻ്റെ അടുത്തേക്ക് പോകാം. അവിടെ ചെന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം പറയാം. അങ്ങനെ അവർ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞു. പാണ്ഡവരുടെ പരിഹാസച്ചിരിയും ദ്രൗപദിയുടെ കളിയാക്കലും
അവരുടെ അളവറ്റ സ്വത്തും അവരുടെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും യജ്ഞം മൂലം യുധിഷ്ഠിരന് ലഭിച്ച പദവികളും യുധിഷ്ഠിരന് കിട്ടിയ ചക്രവർത്തി പദവും എല്ലാം ദുര്യോധനനിൽ അസൂയ ഉളവാക്കി, വിഷമമുണ്ടാക്കി. അങ്ങനെ മെലിഞ്ഞ മകനെ കണ്ട് ധൃതരാഷ്ട്രർ, ഉത്രവത്സലനാണല്ലോ, ഇങ്ങനെ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിനക്കുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ. അപ്പോൾ ദുര്യോധനൻ പറയും, പോരാ, എനിക്കതുകൊണ്ടൊന്നും പോരാ, അങ്ങ് യുധിഷ്ഠിരനെ കണ്ടുപഠിക്കണം, അവരുടെ സൗഭാഗ്യങ്ങൾ കണ്ടുപിടിക്കണം, എനിക്കും അതുപോലെ ആകണം. നീയും രാജസൂയ യാഗം നടത്തിക്കോളൂ, ധൃതരാഷ്ട്രർ പറഞ്ഞു. എൻ്റെ അനുജനായ വിതുരർ അഥവാ നിന്റെ ചെറിയച്ഛനോട് ചെന്ന് നീ ഇതിനെപ്പറ്റി ചോദിക്കണം. വിതുരരോട് ചോദിക്കാനോ? ചെറിയച്ഛൻ എപ്പോഴും പാണ്ഡവരുടെ കൂടെ നിൽക്കുള്ളൂ, എൻ്റെ കൂടെ നിൽക്കില്ല, ഒരിക്കലും നടക്കാത്ത കാര്യം. അപ്പോൾ ശകുനി പറയും, മകനെ ദുര്യോധന, നീ വിഷമിക്കണ്ട, നമുക്ക് ചൂതുകളിയിലൂടെ അവരുടെ എല്ലാം മായാസഭയടക്കം തിരിച്ചു പിടിക്കണം. അതിന് ഞാൻ നിന്നെ സഹായിക്കാം. എൻ്റെ കയ്യിൽ കാണുന്ന ഈ പകിട, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം തിരിച്ചു പിടിക്കും. നീ യുധിഷ്ഠിരനെ ചൂതിനായി വിളിക്കണം. അവൻ ചൂതുകളിയിൽ ഭ്രമം ഉള്ള ആളാണ്. തോൽപ്പിക്കാൻ ഞാൻ വിചാരിച്ചാൽ പറ്റും. അവൻ അത്ര ബുദ്ധിയുള്ള ആളൊന്നുമല്ല പകിടകളിയിൽ. അത് ഞാൻ ചെയ്തോളാം, നീ ചെന്ന് അവനെ വരാൻ പറയൂ. എല്ലാം ഞാൻ നിനക്ക് അതിലൂടെ നേടിത്തരാം. അല്ലാണ്ട് ശക്തി കൊണ്ട് അവരെ ജയിക്കാൻ നമുക്ക് ആവുകയില്ല. ശ്രീകൃഷ്ണൻ മാത്രം രാജസൂയ യജ്ഞത്തിന് വേണ്ടി 14,000 ആനയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അക്കാര്യം നമ്മൾ മറക്കണ്ട. അങ്ങനെ അളവറ്റ ധനവും. ദിഗ്വിജയത്തിന് വടക്കോട്ട് പോകുന്നവർ വിരളമാണ്. യാഗം കഴിഞ്ഞ് പക്ഷികളാണ് പോവുക. പക്ഷേ അർജുനൻ അതാ ദിഗ്വിജയം നേടി വടക്കു ഭാഗത്തു നിന്നും അളവറ്റ ധനം കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ചൂതുകളിക്കായി ഒരുമ്പെട്ടിറങ്ങാം. ശകുനി ദുര്യോധനനോട് ചൂതുകളിയുടെ എല്ലാ ആപത്തുകളും ധൃതരാഷ്ട്രർക്കറിയാം, വിതുരർക്കും അറിയാം. എന്തായാലും ചൂതുകളി നടന്നില്ലെങ്കിൽ ദുര്യോധനൻ ദുഃഖിക്കുകയും ചെയ്യും. മക്കൾ തമ്മിൽ തല്ലാനുള്ള, യുദ്ധം വരാനുള്ള സാഹചര്യത്തെ അവർ മണത്തറിഞ്ഞു. എത്ര ഉപദേശിച്ചിട്ടും ദുര്യോധനൻ കേൾക്കുകയേയില്ല. ശകുനിയാണെങ്കിൽ ദുരുപദേശം നൽകിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവർ ചൂതുകളിക്ക് പാണ്ഡവരെ വിളിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങി. അപ്പോൾ ധൃതരാഷ്ട്രർ ഇങ്ങനെ പറഞ്ഞു വിതുരരോട്, സാരമില്ല, ഇനി നമ്മൾ അതിന് സമ്മതിച്ചു കൊടുക്കുക. ഭീഷ്മർ, ദ്രോണർ, കൃപർ എല്ലാവരും ഉണ്ടല്ലോ, കർണനും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആപത്തുകൾ വരുമായിരിക്കില്ല. നമുക്ക് അവർക്ക് പിന്തുണ നൽകാം, കലഹിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് ധൃതരാഷ്ട്രർ പറയുകയും, ദേവഗുരുവായ ബൃഹസ്പതി ദേവേന്ദ്രന് നീതിശാസ്ത്രം ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നീതിശാസ്ത്രം അറിയുന്ന ആളുകൂടിയാണ് വിതുരർ. അദ്ദേഹത്തെ നീ അനുസരിക്കൂ, നിനക്കുള്ളതെല്ലാം ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് പോലും ദുര്യോധനൻ അതൊന്നും അനുസരിച്ചതേയില്ല. ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ച ദേവഗുരുവാണ് ബൃഹസ്പതി. മയൻ പണിത മായാസഭ പോലെ ധൃതരാഷ്ട്രം ഒരു സഭ പണിയാൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടിയാണെന്നോ? ചൂതുകളിക്ക് വേണ്ടി. ആ സഭയ്ക്ക് അദ്ദേഹം ഒരു പേരിട്ടു, തോരണ സ്ഫടികം. ഇനി ആ സഭയിൽ വെച്ചാണ് കളി, ചൂതുകളി. ചൂതുകളിയിൽ എന്തെല്ലാം സംഭവിക്കും, ആര് ജയിക്കും എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി മഹാഭാരത കഥയുടെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുമല്ലോ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ.